ഇടുക്കി DMO ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ചാണ്. ആരോഗ്യമേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ചാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ ഇടുക്കി DMO ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ തന്നെ മാർച്ച് നടത്തുന്നു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് എന്നുള്ളതാണ് ഈ വാർത്തയുടെ കൗതുകം. എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത് രാഹുൽ? സ്മൃതി, ഭരണപക്ഷത്തിനെതിരെ ഭരണപക്ഷ സംഘടനയുടെ യുവജന സംഘടന തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ DMO ഓഫീസിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുന്നത്. DMO ഓഫീസിന് തൊട്ട് മുമ്പ് പോലീസ് ഈ പ്രവർത്തകരെ തടയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് ഏറ്റവും ഉദാഹരണമായി പറയാനുള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജിലടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. പല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും കിടത്തി ചികിത്സ പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. അത് സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കും. അത് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഈ കെടുകാര്യസ്ഥതയ്ക്ക് കാരണക്കാരെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് ഡിവൈഎഫ്ഐ തന്നെ ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നതാണ് ഇതിനകത്തെ കൗതുകം. ശരി, ഇടുക്കിയിൽ ഡിവൈഎഫ്ഐയുടെ മാർച്ച് ആരോഗ്യ വകുപ്പിനെതിരെ.